ഇപ്പോൾ സമയം 7 മണി. ഞങ്ങൾ ഈ മഞ്ഞും തുഴഞ്ഞുകൊണ്ട് പോകുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലായോ? കൊടമഞ്ഞിൽ ഓഹോ, താഴ്വരയിൽ ഓഹോ, ഞങ്ങളിതാ വണ്ടർലയിലേക്കാണ് പോകുന്നത് ഗായ്സ്. അതാ 100 കുട്ടികളും 10 ടീച്ചർമാരും ഒരുപാട് ആഗ്രഹിച്ചതാ ഇങ്ങനൊരു യാത്ര. പണ്ട് സ്കൂളിൽ നിന്നെല്ലാം ടൂറ് പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ പൈസ കൊടുത്തു പോകുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം ഇങ്ങനെ ഫ്രീക്ക് വരുന്ന കാണുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഫ്രീ പോകണം എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളത് സാധിച്ചിരിക്കുന്നു. അവസാനം ഞങ്ങളിതാ വണ്ടർലയിലേക്ക് എത്തി. കുട്ടികളെയും കൊണ്ട് അംബിക മാം വളരെ ആവേശത്തോടു കൂടി മുന്നിൽ തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഖം കാണിക്കാൻ പറ്റുന്നില്ല. വണ്ടർലയിലെ ഏകദേശം എല്ലാ കാഴ്ചകളും ഇങ്ങനെ കണ്ടുകൊണ്ട് എൻ്റെ പിള്ളേരെയും ഞങ്ങളെ കൂട്ടി ഒരു സ്ഥലത്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ബാംഗ്ലൂർ വണ്ടർലയിലേക്കാണ് കേട്ടോ ഞങ്ങൾ വന്നത്. എനിക്ക് തോന്നി ഏറ്റവും വലിയ വണ്ടർല ബാംഗ്ലൂരിലാണ് ഉള്ളത്. വണ്ടർലയിൽ വന്നിട്ട് ഒരു വണ്ടർ അടിക്കാണ്ട് ഒരു റൈഡിലും കയറാണ്ട് ചുമ്മാ എല്ലാ സാധനവും നോക്കി കണ്ട് ഫോട്ടോ എടുത്ത് നടക്കുന്ന ആരെങ്കിലും നിങ്ങൾക്കറിയോ? അതായിരുന്നു ഞങ്ങൾ. ആനയും കുതിരയും താറാവും ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ മെയിൻ സ്പോട്ടുകൾ. പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലെങ്കിലും മൊത്തത്തിൽ ആസ്വദിക്കാനായിരുന്നു പോയിരുന്നത്. എങ്കിലും ഞങ്ങൾ ഒരു റൈഡിലും അങ്ങനെ പ്രത്യേകിച്ച് കയറിയില്ലായിരുന്നു. കാരണം കുട്ടികളുടെ പിറകിൽ ഓടുന്നതായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ. പിന്നെ അവരുടെ ഫോട്ടോ എടുക്കുക, ഞങ്ങളുടെ ഫോട്ടോ എടുക്കുക. ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് നമുക്ക് ഉണ്ടായിരുന്നു. ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടേതായ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലെ കുട്ടികൾ. പിന്നെന്താ പറയുക, ഫുഡ് എന്ന് പറഞ്ഞാൽ ഇത് ബിരിയാണിയൊക്കെ ആണ്. പക്ഷെ കേരളക്കാരായ നമുക്ക് ആ ബിരിയാണി ഒന്നും അത്രത്തോളം പിടിക്കില്ല. ആ മുമ്പിൽ നടക്കുന്ന ആളുണ്ടോ, അയാളാണ് ഞങ്ങൾ സാരഥി, പ്രിൻസിപ്പൾ, വൺ ആൻഡ് ഓൺലി, ഞങ്ങളുടെ സ്വന്തം പ്രിൻസിപ്പൾ. വാ, ഇതായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. സ്പേസ് സെന്റർ. അവിടെ പോയിട്ട് എനിക്കൊന്ന്, ഞാൻ കുറേ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇനിയും കാരണം തോന്നുന്നു ഒരേ ഒരു സ്ഥലം. ഞാൻ ചില സമയത്ത് അങ്ങനെയാണ്. അവസാനം അശ്വിനിക്ക് വേണ്ടി കളത്തിലിറങ്ങിയത് ഗംഗാധര സാറായിരുന്നു. എന്തായാലും ഗംഗാധര സാർ ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് തുടക്കം കുറിച്ചെങ്കിലും എല്ലാവരും അൺലക്കി ഫെലോസ് ആയതുകൊണ്ട്, നമ്മുടെ ആരുടെ രവീന്ദ്ര സാറിൻ്റെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ, അതുകൊണ്ട് അശ്വിനി എറിഞ്ഞു, അംബിക എറിഞ്ഞു, ഗംഗാധർ സാർ എറിഞ്ഞു, രവീന്ദ്ര സാർ എറിഞ്ഞു, ശവമായിട്ട് 500 രൂപ കൊടുത്തു. പ്രതീക്ഷ സാർ പിന്നെ ഞങ്ങളിങ്ങനെ പോയത് 3D വില്ലയിലേക്കായിരുന്നു. 3D അല്ല 5D ആയിരുന്നു. അടി ഇടി ജഗപ്പുക. ആരും എൻ്റെ വീഡിയോ എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാനെന്നെ എത്തും. എന്നെ അവസാനം ഈ വണ്ടർലയിലേക്ക് ഞാൻ എത്തിയോ എന്നുള്ളതൊരു ചോദ്യം വേണ്ടല്ലോ. അവസാനം ഞങ്ങളതാ കസേരയിലേക്ക് കയറി ഇരിക്കാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ അശ്വിനിയുടെ ആട്ടവും പാട്ടവും അനിതയുടെ ഒരാവേശവും കഴിഞ്ഞതാ ഞങ്ങൾ വണ്ടർലയിലെ